My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. മെർക്കുറീസ് എന്ന ഈ അധ്യായത്തിൻ്റെ ഈ അവസാന ഭാഗത്ത് വളരെ വിലപ്പെട്ട ചില അറിവുകൾ കെൻഡ് നമുക്ക് തരുന്നുണ്ട്. ക്യാൻസറിൻ്റെ പാലിയേഷനിൽ അതുപോലുള്ള ചില പ്രധാനപ്പെട്ട ചില പ്രയോഗങ്ങളെക്കുറിച്ച് കെൻഡ് പറയുന്നുണ്ട്. നമുക്ക് അത് ശ്രദ്ധിക്കാം. Mercurius is one of the best palliatives in cancer of the uterus and mammary. യൂട്രസിലും മാമറി ഗ്ലാൻസിലും ഉണ്ടാകുന്ന അർബുദത്തിന് ഏറ്റവും നല്ല പാലിയേറ്റീവ്സിൽ ഒന്നാണ് മെർക്കുറീസ്. ഇറ്റ് വിൽ റെസ്ട്രെയിൻ ആൻഡ് സംടൈംസ് ക്യൂർ എപ്പിത്തീലിയോമ. സ്കിൻ ക്യാൻസറിനെയും ചില ഘട്ടങ്ങളിൽ ജനറൽസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ അത് റെസ്ട്രെയിൻ ചെയ്യാൻ, അതിൻ്റെ പുരോഗതിയെ പിടിച്ചു നിർത്താനും ചിലപ്പോൾ ഹീൽ ചെയ്യാൻ തന്നെയും മെർക്കുറീസ് സഹായിച്ചിരിക്കും. ഐ ന്യൂ വൺ കേസ് ക്യൂർഡ് ബൈ ദ പ്രോട്ടോയിഡേജ് ആൻഡ് അൾസറേറ്റഡ് ഇൻട്രേറ്റഡ് ലംപ് ഇൻ ദ ബ്രസ്റ്റ് ആസ് ലാർജ് ആസ് എ ഗൂസ് എഗ് വിത്ത് നോട്ട്സ് ഇൻ ദ ആക്സില, ബ്ലൂനെസ് ഓഫ് ദ പാർട്ട് ആൻഡ് നോ ഹോപ്പ്. പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന ഒരു ക്യാൻസർ കേസിൽ ഒരു ഗൂസൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ താറാവിൻ്റെ മുട്ടയേക്കാൾ കൊണ്ട് വരുന്നത്, ആ സൈസിലുള്ള ലംബ് ഉള്ള ആക്സിലയിലൊക്കെ ഇൻ്റർനേഷനൊക്കെ ഉള്ള ഒരു കേസിനെ മെർക്കുറീസിൻ്റെ അയഡൈഡ് കൊണ്ട് സുഖപ്പെടുത്തിയ ചരിത്രം തനിക്കറിയാമെന്നാണ് എൻ്റെ കൂടെ പറയുന്നത്. വിത്ത് നോട്ട്സ് ഇൻ ദ ആക്സില, ബ്ലൂനെസ് ഓഫ് ദ പാർട്ട്, അഫക്റ്റഡ് പാർട്ട് ബ്ലൂ ആണ്, പ്രതീക്ഷയില്ലാത്ത കേസ്. ഇനി ഏത് ഡോസാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ദ 100th attenuation given as often as the pains were very severe took it away and she remained well. വേദന വല്ലാതെ വർദ്ധിച്ച സമയത്ത് ആ സമയത്ത് മാത്രം 100th potency കൊടുത്തൊരു കേസാണ്. അത് വേദനയെ മാറ്റിയെന്ന് മാത്രമല്ല രോഗി പിന്നീട് സൗഖ്യത്തോടെ ഇരിക്കുകയും ചെയ്തു. ദ എഫക്ട് ഒബ്സർവ്ഡ് ഓൺ ദ നോസ് ഈസ് നോട്ട് ആൾ ഓഫ് ദ മെർക്കുറി കൊറൈസ. മോസ്റ്റ് മെർക്കുറി കേസസ് ബിഗിൻ ഇൻ ദ നോസ് and travel down the throat, creating a rawness and scraping of the larynx, and rawness and soreness in the chest, laryngitis, tracheitis and bronchitis. ഒരു പ്രശ്നം മൂക്കിൽ ആരംഭിക്കുന്നു, അത് തൊണ്ടയിലൂടെ സ്വരതന്ത്രികളിലൂടെ കടന്ന് ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിൽ അത് ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കുന്നു. ആ പോകുന്ന വഴിക്ക് ലാരിഞ്ചൈറ്റീസ്, ട്രാക്കൈറ്റീസ് തുടങ്ങിയ എല്ലാത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നു. മൂക്കിൽ തുടങ്ങി ലങ്സിൽ ബ്രോങ്കൈറ്റീസ് വരെ എത്തുന്നൊരവസ്ഥ അത് ആർസനിക്കിലുണ്ട്. ലോസ് ഓഫ് വോയിസ്, കംപ്ലീറ്റ് അഫോണിയ, പൂർണ്ണമായിട്ടും ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ദ കോഴ്സ് ഓഫ് ദ മെർക്കുറി കോൾഡ് ഈസ് ഡൗൺവേർഡ്സ്, ഈവൻ ഗോയിങ് ഓൺ ടു ന്യൂമോണിയ വിത്ത് സ്വെറ്റ്, റെസ്റ്റ്ലെസ്നെസ് ആൻഡ് അഗ്രിവേഷൻ ഫ്രം ദ വാം ഓഫ് ദ ബെഡ്. അപ്പോൾ ന്യൂമോണിയ വരെ എത്താം, ന്യൂമോണിയ വരെ എത്താം. പക്ഷേ മെർക്കുറീസിൻ്റെ ജനറൽ കണ്ടീഷൻ സ്വെറ്റ്, റെസ്റ്റ്ലെസ്നെസ്, കിടക്കയിലെ ചൂടിൽ നിന്ന് പോലുമുള്ള അഗ്രവേഷൻ, അത്തരം ജനറാലിറ്റീസ് ഉണ്ടെങ്കിൽ മൂക്കിൽ തുടങ്ങി ലങ്സിലെ ന്യൂമോണിയ വരെ എത്തുന്ന അവസ്ഥകളെ മെർക്കുറീസ് ഹീൽ ചെയ്യും. ഓഫ് കോഴ്സ് മെനി ഓഫ് ദ കോൾസ് റിമെയിൻ ഇൻ ദ നോസ്. There are various conditions in the chest. Coughs, colds that remain in the chest, lack of reaction and tardy recovery. കോൾഡ് ചെസ്റ്റിൽ തന്നെ റിമെയിൻ ചെയ്യുന്നു, റിക്കവറി വളരെ സാവകാശമാണ്. അതിൻ്റെ നോർമൽ കോഴ്സിൽ റിക്കവറി ഉണ്ടാകുന്നില്ല. ദ കോൾസ് ഫൈനലി സെറ്റിൽ ഇൻ ദ ബ്രോങ്കിയൽ ട്യൂബ്സ്. The chest feels as if it would burst and the cough is worse lying on the right side. കുറേ കൂടി കൃത്യതയോട് പറയണം. കോൾഡ് ബ്രോങ്കിയൽ ട്യൂബ്സിലൊന്ന് സെറ്റിൽ ചെയ്യുന്നു, നേരത്തെ ബ്രോങ്കിയറ്റീസ് പോലെ ചെസ്റ്റ് പൊട്ടിത്തെറിക്കും എന്ന് തോന്നല്, വേദനയും പ്രയാസവും കാരണം അത് പൊട്ടിത്തെറിച്ച് പോയേക്കുമെന്ന് വരെ തോന്നുന്ന അവസ്ഥ. ഇനി പ്രധാനപ്പെട്ടൊരു മൊഡാലിറ്റി, വേഴ്സ് ലൈങ് ഓൺ ദ റൈറ്റ് സൈഡ്, വലതുവശം ചെരിഞ്ഞ് കിടക്കുമ്പോൾ ചുമ വർദ്ധിക്കുന്നു. മെർക്കുറീസിൻ്റെ ഒരു ടിപ്പിക്കൽ കണ്ടീഷൻ. ഐ ലുക്ക് ബാക്ക് ഓർ മെനി കേസസ് ഓഫ് പേഷ്യൻസ് who took cold from exposure and now look sickly and sallow
with a dreadful cough and rattling on the chest. Every change of the weather gives them a new cold, and they cannot lie on the right side. Their tendency is to go into mucositis or quick consumption. കെന്റ് താൻ നേരിട്ട നിരവധി കേസുകൾ ഓർക്കുകയാണ്. ഒരു തണുപ്പിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൾഡ് അത് ചെസ്റ്റിൽ പോയി സെറ്റിൽ ചെയ്യുന്നു. രോഗിയാകെ ഒരു സിക്കിലിയായിട്ട് ഭയാനകമായ ചുമ, ഡ്രെഡ്ഫുൾ കോഫ്, ചെസ്റ്റിലെ റാറ്റ്ലിങ്, കാലാവസ്ഥയിലെ ഓരോ മാറ്റവും അയാളിൽ കോൾഡ് ഉണ്ടാകുന്നു. ഇനി വലതുവശം തിരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല. അയാളുടെ പ്രവണത എന്താ? കേസിൻ്റെ പ്രവണത എന്താ? മ്യൂക്കസ്റ്റൈസിസ് ഓർ ക്വിക്ക് കൺസംഷൻ, ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വരും. നേരത്തെ ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞു, ന്യൂമോണിയ പറഞ്ഞു, ക്ഷയരോഗം പറഞ്ഞു. അപ്പോൾ മൂക്കിൽ തുടങ്ങുന്ന ഏത് കാലാവസ്ഥ മാറ്റവും മൂക്കിൽ തുടങ്ങി ചെസ്റ്റിൽ പോയി അത് ക്ഷയരോഗത്തിന് വരെ എത്താവുന്നൊരവസ്ഥ. പക്ഷേ മെർക്കുറിയസിൻ്റെ കണ്ടീഷൻ ഉണ്ടാവണം. വലതുവശം തിരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല. ബെഡിൻ്റെ ചൂടുന്ന പോലെ അഗ്രവേഷൻ, വിയർപ്പ്. ഇത് പലപ്പോഴും ഇത്തരം അവസ്ഥകൾ മറ്റ് ഔഷധങ്ങൾ കൊടുത്ത് മാറ്റാൻ ശ്രമിക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഒരു കാലാവസ്ഥ മാറ്റം കൊണ്ടൊരു പ്രശ്നമുണ്ടായി, ഒരു തുമ്മൽ തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ആഴ്സനിക്ക് കൊടുക്കുന്ന കേസുകൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകൾ. ഒരു ഇത്തരം അവസ്ഥകളും ജനറൽ കണ്ടീഷൻസിനെ കുറിച്ചോ മൊഡാലിറ്റിയെക്കുറിച്ചോ യാതൊരു അന്വേഷണം കൂടാതെ ഫ്രഷ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആഴ്സനിക്ക് കൊടുക്കുന്നു, അതുപോലെ മറ്റെന്തെങ്കിലും കൊടുക്കുന്നു. അപ്പോൾ അത്തരം പ്രവണതകൾ വളരെ തെറ്റാണെന്ന് മാത്രമല്ല ഹോമിയോപ്പതിയെ മിസ്യൂസ് ചെയ്യുന്നതാണ്. പൊതുജനമധ്യത്തിൽ ഹോമിയോപ്പതിയുടെ മഹത്വത്തെ, അതിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറച്ച് കാണിക്കുന്നത് കൂടിയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള നിരുത്തരവാദപരമായ വെറുതെ സിംഗിൾ സിംറ്റംസ് വെച്ചുകൊണ്ടുള്ള പ്രിസ്ക്രിപ്ഷൻ പാടില്ല. കേസുകൾ വിശദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആർസനിക്കാണോ മെർക്കുറിയസാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം കൊടുത്തു കഴിഞ്ഞാൽ രോഗിക്ക് പൂർണ്ണ ശാന്തി ലഭിക്കുകയും ചെയ്യും, ഡോക്ടർക്ക് അതിൻ്റേതായുള്ള ബെനിഫിറ്റുകൾ ഉണ്ടാകുകയും ചെയ്യും, സമൂഹബന്ധ്യത്തിൽ ഹോമിയോപ്പതിയുടെ മഹത്വം വർദ്ധിക്കുകയും ചെയ്യും. ദ കോഫ് ഈസ് വേഴ്സ് ഇൻ ദ നൈറ്റ് എയർ. നൈറ്റ് എയറിൽ ചുമ വർദ്ധിക്കുന്നു. നൈറ്റ് എയർ എന്ന് പറയുന്നത് രാത്രിയിലെ വായു എന്നുള്ളതല്ല, മലിനമായ വായു ഉണ്ടാവും. പുക കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ മലിനമായ വായു എന്നുള്ളതാണ് നൈറ്റ് എയർ എന്നുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം. രാത്രിയിൽ ലിറ്റററി മീനിങ് നോക്കരുത്. അപ്പോൾ അത്തരം അവസ്ഥകളിൽ മെർക്കുറിയസ് ഉപകരിക്കും. ദർ ആർ മെനി പെയിൻസ് ഇൻ ദ ചെസ്റ്റ് പലതരം വേദനകളുണ്ട്. ഇറ്റ് ഹാസ് എ റൊമാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ്സ് ഓൾവേസ് സ്വെറ്റിംഗ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൊമാറ്റിക്കാണ്, എപ്പോഴും വിയർപ്പ്, വേഴ്സ് വൈൽ സ്വെറ്റിംഗ് ആൻഡ് ഫ്രം എക്സ്ട്രീംസ് ഓഫ് ഹീറ്റ് ആൻഡ് കോൾഡ്. ഉണ്ടോ? വിയർക്കുമ്പോൾ വർദ്ധിക്കുന്നു, തണുപ്പിൻ്റെയും ചൂടിൻ്റെ എക്സ്ട്രീംസിനോട് സെൻസിറ്റീവാണ്. ഈ എക്സ്ട്രീംസ് രണ്ട് എക്സ്ട്രീംസിലും പ്രശ്നം വർദ്ധിക്കുന്നു. ട്രെമുലസ് കണ്ടീഷൻ ഓഫ് ദ എക്സ്ട്രീമിറ്റീസ് ലൈക്ക് പാരലിസിസ് അജിറ്റൻസ്, ട്രംബ്ലിംഗ് ഓഫ് ദ ഹാൻഡ്സ് വിത്ത് ഗ്രേറ്റ് വീക്ക്നെസ്, പാരലിസിസ് ഓഫ് ദ ലോവർ ലിംസ് ആൻഡ് ട്വിച്ചിങ്, jerking and curing of the paralyzed parts. അപ്പോൾ ലോവർ ലിംസിലെ പാരലൈസ്ഡ് പാർട്സിലുള്ള ജേർക്കിങ്ങും ക്യൂറിങ്ങും ട്വിച്ചിങ്ങും ഇതാണ് ട്രംബ്ലസ് കണ്ടീഷൻ. എക്സ്ട്രീമിറ്റീസിലെ ട്രംബ്ലസ് കണ്ടീഷൻ. അർജന്റൻ നൈട്രിക്കം, ഫോസ്ഫറസ്, സ്ട്രാമോണിയം, സീക്കെയിൽ ആൻഡ് മെർക്കുറി ഹാവ് ട്വിച്ചിങ് ഓഫ് ദ മസിൽസ് ഓഫ് ദ പാരലൈസ്ഡ് ലിംബ്. അപ്പോൾ തളർന്നുപോയ കയ്യിലോ കാലിലോ ഉണ്ടാകുന്ന ഈ ട്വിച്ചിങ് മെർക്കുറിയസിനെ പോലെ എന്തൊക്കെയാണ്? അർജന്റൻ നൈട്രിക്കം, ഫോസ്ഫറസ്, സ്ട്രമോണിയം, സീക്കെയിൽ, ഇത്തരം ഔഷധങ്ങളിലും ഉണ്ട്. ഈ മെർക്കുറിയസ് ഒഴികെ ഈ പറയുന്ന ഔഷധങ്ങളെല്ലാം ഡിറ്റാലിസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രാധാന്യം കൂടുതലുണ്ട്. അർജന്റൻ നൈട്രിക്കം, ഫോസ്ഫറസ്, സ്ട്രമോണിയം, സീക്കെയിൽ, ഓൾസോ മെർക്കുറിയസ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഹെക്ടിക് ഫീവർ ഇൻ ദ ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് കൺസംഷൻ ആൻഡ് ഇൻ എക്സോസ്റ്റിംഗ് ഡിസീസസ് വിത്ത് ഹെക്ടിക്സ് ആൻഡ് ഇൻ ക്യാൻസർ വെൻ ദർ ഈസ് ഏക്കിംഗ്, ഫോൾ സ്വെറ്റ് എക്സെട്ര. ഹെക്ടിക് ഫീവർ നിങ്ങൾക്കറിയാം, ടെമ്പറേച്ചർ സ്വിങ്സ് വല്ലാതെ ഉണ്ടാകുന്ന തരത്തിലുള്ള പനി.
അത് എപ്പോഴാണ് ക്ഷയരോഗത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എക്സോസ്റ്റിംഗ് ഡിസീസസ് വിത്ത് ഹെക്ടിക്സ്, മറ്റ് ആകെ തളർന്നു പോകുന്ന രോഗാവസ്ഥകൾ, അവിടെയും ഈ ടെമ്പറേച്ചർ സ്വിങ്സ് വല്ലാതെ ഉണ്ടാകുന്ന പനി. പിന്നെന്താ ക്യാൻസറിൻ്റെ അവസ്ഥ എന്താ? വല്ലാത്ത വേദന, ദുർഗന്ധമുള്ള വിയർപ്പ്, അങ്ങനെയൊക്കെ. ഇത്തരം അവസ്ഥകളിലൊക്കെ മെർക്കുറിയസ് ഉപകരിക്കും. ഇറ്റ് ആക്ട്സ് വണ്ടർഫുള്ളി ഇൻ കാറ്ററൽ ഫീവർ, ഗ്രിപ്പെ എക്സെട്ര, ആൻഡ് വെൻ കോൾസ് എക്സ്റ്റെൻസ് ടു ദ ചെസ്റ്റ് ആൻഡ് ദർ ആർ ദ കോപ്പിയസ് ഡിസ്ചാർജസ് എവരിവെയർ. അപ്പോൾ കാറ്ററൽ ഫീവർ, ഈ ഗ്രിപ്പ് എന്ന് വെച്ചാൽ ഫ്ലൂ, കോൾഡ് ചെസ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നൊരവസ്ഥ, കോപ്പിയസ് എല്ലായിടത്തും വല്ലാതൊരു ഡിസ്ചാർജുകൾ. ദർ ആർ മെനി സ്കിൻ സിംറ്റംസ്, സ്കർഫി ഇറപ്ഷൻസ്, വെസൈക്കിൾ ഇറപ്ഷൻസ് ഡിസ്ചാർജിങ് പേഴ്സ്. അപ്പോൾ ഒരുപാട് സ്കിൻ സിംറ്റംസ് ഉണ്ട്, പലതരം ഇറപ്ഷൻസ് ഉണ്ട്, പഴുപ്പ് ഡിസ്ചാർജ് ചെയ്യുന്ന തരത്തിലുള്ള ഇറപ്ഷൻസ്. വെസൈക്കിൾസ് ബേൺ ആൻഡ് സ്മാർട്ട് വിത്ത് എക്സ്കോറിയേറ്റിംഗ് ഡിസ്ചാർജസ് എസ്പെഷ്യലി ഓൺ ദ ഹെഡ്. തലയിലുണ്ടാകുന്ന വെസൈക്കിൾസ്, ബേണിംഗ് സെൻസേഷൻ, സ്മാർട്ടിങ്, വല്ലാത്ത ഡിസ്ചാർജസ്, എക്സ്കോറിയേറ്റിംഗ് ഡിസ്ചാർജസ് തൊടുന്നിടത്തൊക്കെ ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന അവസ്ഥ. അത് തലയിലാണ് വിശേഷിച്ചും, മറ്റു ഭാഗങ്ങളിലും ആകാം. മച്ച് ഇച്ചിങ് ഓഫ് ദ സ്കിൻ, വയലൻറ്റ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ആസ് ഫ്രം ഫ്ലീസ്, എസ്പെഷ്യലി വെൻ വാം ഇൻ ബെഡ് അറ്റ് നൈറ്റ്. അപ്പോൾ സ്കിന്നിൽ വല്ലാത്ത ഇച്ചിങ് കൊണ്ട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിലും ആകാം. പക്ഷേ ആ മൊഡാലിറ്റി നോക്കുക. മെർക്കുറിയസിൻ്റെ പൊതുവായിട്ടുള്ള മൊഡാലിറ്റി രാത്രി കിടക്കയിൽ കിടന്ന് ശരീരം ചൂടാകുമ്പോൾ. കോപ്പർ കളർഡ് ഇറപ്ഷൻസ് ആസ് ഇൻ സിഫിലിസ് ആൻഡ് മ്യൂക്കസ് പാച്ചസ്. സിഫിലിസ് ഉണ്ടാകുന്ന പോലെ കോപ്പറിൻ്റെ നിറമുള്ള ഇറപ്ഷൻസ്. ദ സ്കർഫി ഇറപ്ഷൻസ് ആർ എസ്പെഷ്യലി മാർക്ഡ്. അൾസേഴ്സ് ഓൺ പാർട്സ് വേർ ദ സ്കിൻ ആൻഡ് ഫ്ലഷ് ആർ തിൻ ഓവർ ദ ബോൺസ്. അസ്ഥികൾക്ക് മേലെ മാംസം കുറച്ച് കട്ടി കുറഞ്ഞ മാത്രമുള്ള പ്രദേശങ്ങളിൽ ഇറപ്ഷൻസ്. ദ സ്കിൻ ഈസ് സാലോ, എസ്കോറിയേറ്റിംഗ് വേർ എവർ ടു പാർട്സ് കം ടുഗദർ. രണ്ട് സ്കിന്നി പാർട്സ് ഇങ്ങനെ ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ, കക്ഷത്താവാം, തുടയിലാകാം, അങ്ങനെ രണ്ട് ത്വക്കിൻ്റെ ഭാഗങ്ങൾ ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ സ്കിന്ന് ദ്രവിച്ചു പോകുന്നു. അത് പലപ്പോഴും തുടയുടെ ഇടയിൽ പലപ്പോഴും ആളുകൾക്കുണ്ടാകുന്നൊരവസ്ഥയാണ്. ഉണ്ടോ? റോനസ് ബിറ്റ്വീൻ ദ തൈസ് ആൻഡ് ബിറ്റ്വീൻ ദ സ്ക്രോട്ടം ആൻഡ് തൈസ്. ഇറപ്ഷൻസ് ഇൻ സച്ച് പാർട്സ്. അത്തരം ഭാഗങ്ങളിൽ ഇറപ്ഷൻസ് ഉണ്ട്. ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കെൻഡ് മെർക്കുറിയുടെ ചില സാൾട്ടുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മെർക്കുറിസ് കൊറോസീവസ്, മെർക്കുറിസ് സൈനാറ്റസ്, മെർക്കുറിസ് ആഡാറ്റസ് റൂബർ, മെർക്കുറിസ് സൾഫ്യൂറിക്കസ്, സിന്നബാപ്രിസ്, അങ്ങനെ പലതും പറയുന്നുണ്ട്. ഒക്കെ വലിയ വ്യത്യാസങ്ങളില്ല. പക്ഷെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് മെർക്കുറിയസ് കൊറോസീവസ് ആണ് ഫിസിഷ്യൻസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മെർക്കുറിയസ് സാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ മെർക്കുറിയസ് എന്ന അധ്യായം ഇതിലൂടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് സോറിനം ആരംഭിക്കാം. സോറിനം വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ്. നമ്മൾ നേരത്തെ കണ്ട സൾഫർ, ഔഷധങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന സൾഫറിനോട് വളരെ ചേർന്ന് നിൽക്കുന്നു. സോറിനത്തിനെ കുറിച്ചുകൂടി മനസ്സിലാക്കിയാൽ സൾഫറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഡീപ്പസ്റ്റ് ആൻറ്റിസോറിക് ഔഷധങ്ങളെക്കുറിച്ചുള്ള അറിവ് കുറച്ചുകൂടി വികസിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് സോറിന് ആരംഭിക്കാം. ഇതുവരെ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഏവർക്കും വളരെ നന്ദി. ഇനിയും ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇതിനെക്കുറിച്ച് അറിയാത്ത മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. വീഡിയോസ് ലൈക്ക് ചെയ്യുക. നമ്മൾ ഹോമിയോപ്പതിയുടെ മഹത്വത്തിനും മനോരാശിയുടെ രോഗശാന്തിയും എന്നുള്ള ഹോമിയോപ്പതിയുടെ മഹത്തായ ആ ദർശനം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.